ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ കല്യാണം പ്രമാണിച്ച് പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വന്നത്. ഇന്നത്തെ ഡേറ്റ് എത്രയോളെ? ഇന്ന് സാറ്റർഡേ 13 സെപ്റ്റംബറാണ് ഗൈസ്. അപ്പം 20-25 സ്പെഷ്യൽ ഗൈസ്. സോ ഗൈസ് നമ്മളെ പന്തൽ കെട്ടാൻ ആൾക്കാർ വന്ന് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഡേ 1 തന്നെ അവർ എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ ഈ മംഗലപ്പുറത്തെ പന്തലിടേണ്ട അങ്ങനത്തെ എല്ലാ സാധനവും കൊണ്ടുവരുന്നത്. പിന്നെ എൻ്റെ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് പന്തലിടുന്നതിൻ്റെ വോയിസാണ് കേട്ടോ ഗൈസ്. ആൻഡ് ഞാൻ ആദ്യം വിചാരിച്ചു നമ്മൾ ഇവിടെ മാത്രമേ ഇടുള്ളൂ, വേറെ സ്ഥലത്തുനിന്നുണ്ടല്ലോ. നോക്കുമ്പോൾ എല്ലായിടത്തും കേട്ടോ ഗൈസ്. നല്ല രസമായിരുന്നു. ആൻഡ് ഇതെൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഒരു നല്ല മംഗലം കൂടാൻ തോന്നുന്നത്. അതുകൊണ്ടും ആൻഡ് അവിടുന്ന് അവരെല്ലാ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. ഓരോ ദിവസമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ അന്നൊരു ദിവസം ഇത് മൊത്തത്തിൽ എല്ലാം ഒന്ന് അളന്നിട്ട് അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നത്. എനിക്ക് കറക്റ്റ്ലി പറയാൻ അറിയില്ല. ആൻഡ് അവർ ഫസ്റ്റ് മേലൊന്ന് കെട്ടി, ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് കെട്ടി, പിന്നെയും ആടെ ഒന്ന് കെട്ടി, അങ്ങനെ എല്ലായിടത്തും കെട്ടി. ഇവിടെ ആണെങ്കിൽ ഇഫിയും അസു അൻസാഫും ഇങ്ങനെ അത് നോക്കിയിരിക്കുന്നുണ്ട്. ആദ്യം ഇഫ് മാത്രമേ നോക്കിയിട്ടുള്ളൂ, പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് അൻസാഫ് അസു നോക്കുന്നുണ്ടായത്. അവിടുന്ന് കുറേ കയറൊക്കെ എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിനി ഇതെല്ലാം വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളൂ. എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പിന്നെ അവർ ചോദിക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്തു വെച്ചാൽ അത്രേ എനിക്കറിയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവർ 3 ആൾ കയറിയിട്ട് ഇതുപോലെ നോക്കുന്നത്. പക്ഷേ ഇത് ആകെ 5 മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവരെല്ലാം എവിടെല്ലോ പോയി ഇരുന്നിട്ടുണ്ടായത്. എന്നിട്ട് കുറേ നേരം അങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ടായി. ഇത് കാണുന്ന സമയത്ത് നല്ല വ്യൂ, നല്ലൊരു എക്സൈറ്റ്മെൻറ്റ്. ഇത് ലാസ്റ്റ് എങ്ങനെ വരും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ആയിട്ട് ഗൈസ്. ഇപ്പോൾ സമയം 2:53 ഗൈസ്. നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് പന്തൽ മൊത്തം റെഡിയായി ഗൈസ്. ഭയങ്കര സന്തോഷം ഗൈസ് ഇത് കാണുമ്പോൾ ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് അത് മൊത്തം റെഡിയായി. ഓരോ ആടാക്കാണ്ട് നമ്മളെ ഈ വീട്ടിൻ്റെ ഏകദേശമൊക്കെ ഓരോ ആക്കുന്നുണ്ട്. ഇത് കണ്ട് ഗൈസ്. ഇങ്ങനെയാണുള്ളത്. ഫുൾ വ്യൂ എടുക്കാൻ കഴിയില്ല, അതാണ് കുഴപ്പം. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഗൈസ്. നല്ല നട്ടപ്പൊരി വെയിൽ ഗൈസ്. കടക്കപ്പെടുക. നല്ല ഉണ്ട് ഗൈസ്. ഐ ലവ് ദിസ്. അതായത് നമ്മളെ എൻട്രിങ് ഭാഗം ഞാൻ കാണിച്ചത് ഗൈസ്. ഇതാണ് നമ്മളെ ഗേറ്റിൻ്റെ സ്ഥലം ഗൈസ്. ഗേറ്റ് പൊട്ടിയിട്ടില്ല ഗൈസ്. ഇറ്റ്സ് ഓക്കെ. ഇത് കണ്ട് ഗൈസ് ഇങ്ങനെയാണ് ഗൈസ് പന്തലുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം ആക്കണം, ഇവിടെ ആക്കിയിട്ടില്ല. ഇനി അതിൻ്റെ മേലെ ഈ പന്തലൊക്കെ ഇടണം. അതിൻ്റെ വോയിസ് എന്താ കുറഞ്ഞ വെച്ചാൽ കുറച്ച് ഒച്ചെടുത്തിട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഭയങ്കര ലോ. ആൻഡ് ഗൈസ് എന്താ കേട്ടോ, ഇനി ഇതിൻ്റെ മേലെ ഇതൊക്കെ പിരിക്കണം. ഇന്ന് 12 ഡേ 2 ആണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇത് പിരിച്ചാൽ മാത്രം മതി. എൻ്റെ വോയിസ് കുറച്ച് ലോ ആണ് ഗൈസ്. കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ആ ഇടവയിലൊക്കെ ആക്കിയിട്ടുണ്ട്. സ്റ്റേജൊന്നുമില്ല, ഞാൻ ഇടവയിലൊക്കെ ആക്കിയിട്ടുണ്ട്. ആ സ്റ്റേജ് ഇട്ടിട്ടൊന്നുമില്ല. ഇങ്ങനെയായിട്ടുള്ളത്. ഇതൊക്കെയാണ് ബാക്കി മെറ്റീരിയൽസാണ്. അത് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അതിൻ്റെ മേലെ ആ ഒരു ഇത് മാത്രം പിടിച്ചാൽ ഇന്ന് ഡേ 3 ആണ് ഗൈസ്. അപ്പോൾ 12 മണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമൊക്കെ ആണ് ഞാൻ കാണിച്ചിട്ട് ഗൈസ്. ഇത് നമുക്ക് മേലെയുള്ള എൻ്റെ മൂവാണ്. ഇതുകൊണ്ട് ഗൈസ് അവിടെയൊക്കെ പന്തലിട്ട് ഞാൻ കാണിച്ചു. ഇവിടെ തുറക്കണം. ഇവിടെ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടത്. ഇതുണ്ട് ആ ഇടവഴിയിലൊക്കെ പന്തലിട്ട് കഴിച്ചിട്ടുണ്ട്. ഇവിടൊക്കെ പന്തലിടാനൊക്കെ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. പുറത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം ഗൈസ്. ഞാൻ കാണിച്ചാൽ വേണ്ടി വരുന്നുണ്ട് ഗൈസ്. അത് ഉപ്പാപ്പൊക്കെ വരുന്നുണ്ട്.